ആയി ഇന്ന് HIV പറ്റി പറയുന്നു കേട്ടോ. HIV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുണ്ടെങ്കിൽ പരത്താനാ നോക്കുന്നത്. 90-ലാണ് ഈ സാധനം ഇവിടെ ഇന്ത്യയിലേക്ക് വന്നത്. 96 വിദേശി ഒരു വനിത വന്നു. വിദേശി ഏത് രാജ്യം ഞാൻ പറയില്ല, വിദേശി ഒരു വനിത വന്നു. യൂറോപ്യൻ രാജ്യത്തു നിന്ന് ഒരു വനിത വന്നു. വനിത വന്നിട്ട് ഒരു ഇംഗ്ലീഷ് അറിയാവുന്നവരെ 3 വരെ പരിചയപ്പെട്ടു. 3 വരെ പരിചയപ്പെട്ട് 1 മാസം വരെ അവരിവിടെ തങ്ങിയിട്ട് അപ്പോൾ ഒരാഴ്ച ഒരാളുടെ കൂടെ വിദേശ വരികയല്ലേ. അപ്പം ഇംഗ്ലീഷും അറിയാം. അപ്പം എല്ലാവർക്കും ഇഷ്ടം പോലെ പൈസയും കൊടുത്ത് അവർ യാത്ര അയക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എവിടെ? എയർപോർട്ടിൽ യാത്ര അയക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് 3 പേർക്ക് 3 കത്ത് കൊടുത്തു. കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞിട്ട് എൻ്റെ വിമാനം പോയി കഴിഞ്ഞിട്ട് നിങ്ങളിത് തുറക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇവർ തുറന്നപ്പം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു എയ്ഡ്സ് രോഗിക്കാരാണ്, HIV-കാരിയാണ്. അപ്പം നിങ്ങളെ എൻ്റെ കൂട്ടരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. ഇതിൽ 2 പേര് അന്നേരം തന്നെ ആത്മഹത്യ ചെയ്തു. 2 പേര് അന്നേരം തന്നെ ആത്മഹത്യ ചെയ്തു. ടാക്സിക്കാരൻ ആത്മഹത്യ ചെയ്തില്ല. അവര് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടാക്സിക്കാരനുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ HIV ഉണ്ടെങ്കിൽ അറിയുവാണെങ്കിൽ ഇവർ അറിഞ്ഞും കൊണ്ട് തന്നെ പകർത്താൻ നോക്കും. ഈ രാജകുമാരിയിൽ ഒരു ഹോട്ടലിൽ ഒരാൾ വരുമായിരുന്നു. ഞാൻ കള്ളം പറയുന്നില്ല, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ HIV പിടിച്ചവൻ രാജകുമാരി ഒരു ഹോട്ടലിൽ വരുമായിരുന്നു. ഹോട്ടലിലെ പേര് പറഞ്ഞില്ല, ഈ കടയൊക്കെ അടച്ചു പോയി. അപ്പം ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലത് കൈ കൊണ്ട് എൻ്റെ പൈപ്പ് പിടിക്കും, അവിടെ എവിടെയൊക്കെ പിടിച്ചു വെച്ചിട്ട് പോകണം. ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ചൂടുള്ളതായിട്ട് എല്ലാം കഴുകുന്നത്, ഈ പ്ലേറ്റ് മാറ്റിയിടും. HIV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിന്ന് പുറത്ത് തുപ്പൽ വന്നു കഴിഞ്ഞാൽ ചത്തുപോകും. ലൈംഗിക ബന്ധത്തിൽ കൂടി അല്ലെങ്കിൽ സിറിഞ്ചിൽ കൂടി ഇംഗ്ലീഷ് കിസ്സുണ്ട്. നമ്മളെ മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിക്കും വെള്ളം കുടിക്കൽ, അങ്ങനെ വരും. തുപ്പലും അകത്തേക്ക് ചെന്നാലേ വരുള്ളൂ. തുപ്പൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണുക്കൾ ചത്തുപോകും. അതാണ് ഇത് പകരാത്തത്. ഇന്ന് കമിതാക്കൾ കണ്ടില്ലേ, TV പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇംഗ്ലീഷ് കിസ് ചെയ്യുന്നത് കണ്ടില്ലേ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇവർക്ക് ഇത് കുറേ കമിതാക്കൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, മക്കളെ ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവർ നമ്മളെ തെറി പറയും, അടിയും വെച്ചേരും. കാരണം ആ രോഗമുള്ളവർ മറ്റുള്ള ഇല്ലാത്തവർക്ക് പകർത്താനേ നോക്കുള്ളൂ. ഈ രോഗമുള്ളവരെ മറ്റുള്ളവർക്ക് പകർത്താനേ നോക്കുള്ളൂ. അസൂയ പിടിച്ചവരാണ് അവർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, യൂറോപ്യൻ രാജ്യത്തു നിന്ന് ഒരു വനിത വന്നതല്ലേ. ഇതേപോലെ കുറെ വനിതകൾ ഇവിടെ വന്നിട്ട് ഈ രോഗം ഇവിടെ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ തന്നെ എത്ര പേർക്കുണ്ടെന്നറിയോ? കൂടുതലുള്ളത് പിന്നെ ഭായിമാർക്ക്. അവർ ഈ സെക്സ് വർക്കിന് പോവും. ഇതിന് പോയിട്ട് അവര് പിന്നെ കുളിച്ചു നനച്ച് വന്നാലും ഈ രോഗം അകത്ത് കിടക്കും. പല ഹോട്ടലിൽ പണിയെടുക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറയുന്നതല്ല, ഉണ്ട്. അവരെ കടത്തിവിട്ട് അവരെ ഇപ്പം പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, നല്ലതാണ്. ഈ നമ്മളിപ്പം ഒരു ഹോട്ടലിൽ പണിയെടുക്കുവാണെങ്കിൽ ഹോട്ടലിലെ എല്ലാ സ്ഥാപനത്തിലും പണിയെടുക്കുന്നവർക്ക് ഈ HIV ടെസ്റ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഹോട്ടലിൽ പണിയെടുക്കുന്നവർക്ക് HIV ടെസ്റ്റ് ഉണ്ട്. എടുത്തിട്ട് 2 നേരം പിരിച്ചു വിട്ടിട്ടുണ്ട് അവിടുന്ന്. അത് പൈസ കൊണ്ട് അറിയിക്കാത്തതുകൊണ്ടാണ്. അത് നല്ലതാണ്. എല്ലാ ഗവൺമെന്റ് സ്ഥാപനത്തിലാണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും HIV ടെസ്റ്റ് എടുക്കുക.
ഇപ്പോൾ ഹോട്ടലിൽ മാത്രം ഇവര് ഈ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. കാരണം ലൈസൻസ് അവർക്ക് പിന്നെ ഇതില്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റൂല. നല്ലതാണ്, അത് ഉടമസ്ഥ നോക്കിക്കൊള്ളണം പൈസ. ഇതേപോലെ തന്നെ എല്ലാ സ്ഥാപനം നിൽക്കുന്നവർക്കും ഈ ടെസ്റ്റ് വേണം. കാരണം ഇന്ന് ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പരത്തും. കാരണം അവർക്ക് പരത്താനുള്ള ആഗ്രഹമുള്ളൂ. നമ്മള് അടുത്തുള്ളവരെ നശിപ്പിക്കാനേ നോക്കുള്ളൂ, വേറെ നന്നാവുന്ന കണ്ടുകൂടാ. അതാണ് ഈ അസുഖത്തിനുള്ള കാരണം. ഇന്ന് ആണ്ടല്ലേ ഇൻസ്റ്റഗ്രാമില് ഓരോരോ കുത്തി മറിയുന്നത്, അവരൊക്കെ നല്ലവരാ. മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് ഒരു മുസ്ലിം കൊച്ചും പെങ്കൊച്ച് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാരിയാ. അതാണ് ഇന്നത്തെ കാലം. ഇന്ന് എത്ര മുസ്ലിം പെണ്ണുങ്ങളുണ്ട്? ഞങ്ങൾ പറയുന്നില്ലല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ധരിച്ചോ, നിങ്ങൾ വേണമെങ്കിൽ ധരിച്ചോ വസ്ത്രം. നിങ്ങളെ വസ്ത്രം, നിങ്ങളെ അഭയങ്ങൾ കണ്ടിട്ട് മറ്റുള്ള ആണുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നിട്ട് അവരെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചു ഇതേ ഉള്ളൂ. ഇന്നെന്തോരം മുസ്ലിം സഹോദരികൾ വേശ്യകളായിട്ട് നടക്കുന്നുണ്ട് ബോംബെയിലൊക്കെ. ആ മുസ്ലിയാക്കന്മാർ ഉപദേശിക്കും, നിങ്ങളെ ജോലിക്ക് പൊക്കോ, ഞങ്ങളെ ഒരു കടമയെന്നുള്ളൂ. ഇവിടെ നമ്മളെ മുസ്ലിയാക്കന്മാർ അത് ഉപദേശിക്കൂല. മുസ്ലിം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിയാക്കന്മാർ ഉപദേശിക്കും. ഞാൻ ഉപദേശിച്ചുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ നന്നായിരിക്കൂ. പക്ഷെ ഇങ്ങനത്തെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലാഭമാണ്. ഈ വ്യഭിചാരപ്പണി ഭയങ്കര ലാഭമാണ്. ഗോവിന്ദ ഒരു സിനിമയിൽ പറയുന്നത്, അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നുണ്ട്, इस्लाम में सुबर खाना, हिंदू धर्म में गाय खाना, इससे भी 3 गुना हराम है ये धंधे का पैसा. അതായത് ഇസ്ലാമിൽ പന്നി മാംസം കഴിക്കുന്നത്, ഹിന്ദു തരത്തില് പശുവിനെ തിന്നുന്നത്, ഇതിനേക്കാളും 3 ഇരട്ടി ഹറാമാണ് ഇത്. ഈ വിഭജിക്കുന്ന പൈസ കൊണ്ട് തിന്നുന്നത്. അതിൽ എല്ലാ മതത്തിലുണ്ട് കേട്ടോ. ഈ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്. ഈ ഗോവിന്ദ എന്ന് പറഞ്ഞ ആള് ഹിന്ദു കേട്ടോ, പക്ക ഹിന്ദുവാ, കറ തീയുന്ന ഹിന്ദുവാണ് ഗോവിന്ദ. അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് കേട്ടോ. എല്ലാ മതത്തിലും പറഞ്ഞുണ്ട്, വ്യഭിചരിക്കാൻ പാടില്ല, ശരീരം മറച്ചു പോകണം. ഇസ്ലാമിൽ മാത്രമല്ല ശരീരം മറക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്തികളെ പെണ്ണുങ്ങളെ നോക്കി തല തൊട്ടിട്ടിട്ട് ഇങ്ങനെ സാരീന്റെ തുമ്പ് ഇങ്ങനെ ഇട്ടിട്ട് അവര് പിന്നെ അവിടെ ഇങ്ങനെ പോകുമ്പോൾ നടക്കുന്നത്. മോദിന്റെ അമ്മ ബാങ്കിൽ വന്നപ്പം തലേ തട്ടിട്ടുണ്ടാവുന്ന ആ പാവം 80 വയസ്സായ അമ്മ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇസ്ലാമിന് മാത്രമേ ഇല്ല, തലേ തുണിയിടണമെന്നില്ല കൊണ്ട് ഇസ്ലാമിന് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും ഉണ്ട് ശരീരം മറച്ചു പോകണമെന്ന്. രാജസ്ഥാനില് തലയിൽ തുണിയിട്ടും കൊണ്ട് അവർ നടക്കുന്നത്. ശരീരഭാഗം മറച്ചിട്ടാ പോണം. ഇത്രയുള്ള ഡ്രസ്സ്, അതിന് മൊത്തം വള. അവരെന്താ കുറ്റം പറയാത്തത് നിങ്ങൾ? മുസ്ലിംസിന് മാത്രമേ ശിഖരമുള്ളൂ. നിങ്ങളെ ശരീരം മറയ്ക്കുന്ന കാര്യം നിങ്ങളേറ്റുള്ളൂ. ഞാൻ എന്റെ കുടുംബത്തെ നോക്കുക. ഇന്ന് ഒരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് അവൻ തന്നെ പറയാം അവള് വേശ്യാസ്ത്രീയാന്ന്. വേശ്യാസ്ത്രീ ആവുന്നത് എങ്ങനെ? പെണ്ണും കിടന്ന വേശ്യയാവോ? പെണ്ണും കിടന്ന വേശ്യയാവോ? പറ. ആണുങ്ങൾ തന്നെ അവരെ പഴപ്പിച്ചിട്ട് അവർ തന്നെ പറയും വേശ്യയെന്ന്. അതാണ് ഇന്നത്തെ കാലം. എന്നിട്ട് ഈ ആണുങ്ങൾ തന്നെ പറയും അവൾ അങ്ങനെ നടക്കുന്നു, ഇവൾ ഇങ്ങനെ നടക്കുന്നു. ഇതാണ് നിങ്ങളെ
ആണുങ്ങളെ പിഴപ്പിച്ചിട്ട് ആണുങ്ങൾ തന്നെ പറയും വേശ്യായെന്ന്. കാരണം ഞാനിത് പറയാൻ കാരണം എൻ്റെ അമ്മയൊരു പെണ്ണാണ്, എൻ്റെ പെങ്ങളൊരു പെണ്ണാണ്. ഞാൻ എൻ്റെ പെങ്ങളത് സെക്സ് വാക്ക് പറഞ്ഞവനെ ഇരുട്ടത്തിരുന്ന് ഞാൻ എറിഞ്ഞിട്ടുണ്ട്. ഞാൻ തമാശ പറഞ്ഞല്ല. ഞാൻ അന്ന് ഒരു 8-9 വയസ്സായിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും മൂത്ത പെങ്ങളത്ത് ഒരുത്തൻ എന്നാ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ വർത്താനാ പറഞ്ഞത്. എന്നിട്ട് എൻ്റെ പെങ്ങൾ പറഞ്ഞു തരട്ടെ, എൻ്റെ അനിയൻ അവിടെ നിൽക്കുന്നത് നിനക്ക് കണ്ണുകൊണ്ടിടുന്ന് പറഞ്ഞിട്ട്. പിന്നെ അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ പറ്റൂല, ആണുങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇന്നല്ലേ നമ്മളൊരു ആണുങ്ങൾ ഒരു പെണ്ണുങ്ങളെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവുന്നത്. അന്ന് അങ്ങനെയല്ല. എന്തോരം പെണ്ണുങ്ങളെ പീഡിപ്പിച്ച ആൾക്കാർ വിട്ടിരിക്കുന്നത്, എന്തോരം പെണ്ണുങ്ങളെ കൊന്നിട്ടിരിക്കുന്നുണ്ട്. പിടിക്കുന്നതിന് ജീവിതത്തിൽ എത്ര ഉള്ളൂ. ഇതേപോലെ പേപ്പർ ന്യൂസൊന്നുമില്ല. എനിക്കിപ്പോൾ 60 വയസ്സായി. എൻ്റെ 8-9 വയസ്സായ സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അന്നൊരു ഒരു പെണ്ണ് ഒരു അമ്മമാരൊക്കെ സംസാരിക്കുന്നത്, മക്കളൊക്കെ അവിടെ ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. അന്ന് എൻ്റെ പെങ്ങളത്ത് എന്നാ ചീത്ത വർത്താന പറയുന്നതെന്നറിയോ? രാത്രി നിലാവില്ലാത്ത മാസത്തിൽ ഞാൻ നോക്കിയിരുന്നും കൊണ്ട് ഞാൻ എറിഞ്ഞിട്ടുണ്ട് അവനെ. 2-3 കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. തലമണ്ടയൊക്കെ ഞാൻ പൊളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വാക്കുകളാ ഓരോ പെണ്ണുങ്ങളത്ത് സംസാരിക്കുന്ന ആണുങ്ങൾ. ഞാൻ കുറ്റം പറയുന്നല്ല. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ സൂക്ഷിക്കുക. അതേപോലെ ഈ ബ്രൗൺ ഷുഗർ മറ്റത് മറിച്ചതൊക്കെ ഉപയോഗിക്കുന്നവർ നോക്കുക. നിങ്ങൾക്ക് ഈ സിറിഞ്ചൊക്കെ അവര് ഒരാൾക്ക് കുത്തിയിട്ട് ഒരാൾക്ക് അതിൽ നിന്ന് ഒക്കെ ഉണ്ടാവും. ബ്ലഡ് നോക്കണം, ബ്ലഡ് കൂടി വരും. ഇന്ന് ഒരു പെണ്ണിൻ്റെ ആയിട്ട് ഉണ്ടെങ്കിൽ അവള് ആണുങ്ങൾക്ക് എയ്ഡ്സ് ആക്കാൻ നോക്കുന്ന പെണ്ണുങ്ങളെ ഉള്ളൂ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആണുങ്ങൾക്ക് പകർത്താനേ നോക്കുള്ളൂ. അവള് പിന്നെ ഇംഗ്ലീഷ് കിസ് ചെയ്യാൻ നോക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ ചുമ്മാ അങ്ങ് നിന്നു കൊടുക്കും. എന്തായാലും സുഖം പിന്നെ അറിയുന്നത്. 2070 ആവുമ്പോഴത്തേക്കും കേരളം ഒരു പ്രാന്താലയം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കേരളം ഒരു എയ്ഡ്സ് ആലയമായി മാറും, HIV ആലയമായിട്ട്. നിങ്ങൾ ഇനിയിപ്പം ഗവൺമെന്റ് പറയേണ്ടി വരും, കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ HIV ടെസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം ഈ പെണ്ണുങ്ങള് പറയുന്നില്ലല്ലോ, മാതാപിതാക്കളെ ഉപദേശിക്കുന്നില്ല. പിന്നെ മാതാവ് പെമ്മക്കളെ ഉപദേശിക്കുന്നില്ല. അവള് ഏതോ വസ്ത്രം ഇട്ടുകൊണ്ട് പോട്ട്, നിങ്ങൾക്ക് തന്നെ ഞാൻ എന്റെ വസ്ത്രം ഇടുന്നതിന് നീ ആരാ ചോദിക്കാൻ എന്നൊക്കെ പറയണേ. എന്നാ ചോദിക്കാനും? മോഹൻലാലിന്റെ പരസ്യം പോലെ ഉയരം കൂടുന്തോറും ടേസ്റ്റ് കൂടുന്നു പറഞ്ഞ പോലെ പൈസകൾ കൂടുന്തോറും തുണീന്റെ അളവ് കുറയും. പണ്ട് കല്യാൺജി ആൻജി അവരുടെയൊക്കെ സിനിമയില്, പണ്ടത്തെ സിനിമയിലൊക്കെ വസ്ത്രത്തിന്റെ അളവ് കൂടുതലായിരുന്നു. റസൂൽ പൂക്കുറ്റി, പിന്നെ പപ്പിലഹരി, പിന്നെ AR റഹ്മാനൊക്കെ വന്ന പിന്നെ തുണീന്റെ അളവ് കുറഞ്ഞു. മ്യൂസിക്കിന് തുണീന്റെ അളവ് കുറവാ ഇപ്പൊ. പണ്ടത്തെ നടിമാരൊക്കെ ഫുൾ ഡ്രസ്സായിടുന്നത്. ഹിന്ദിയിലെ, കേരളത്തെ നടിമാരല്ല, ഹിന്ദിയിലെ നടിമാര്. ഇപ്പോഴത്തെ അന്ന് കല്യാൺജി ആനന്ദ്ജിയൊക്കെ മ്യൂസിക് ഡയറക്ടർമാരൊക്കെ അവരൊക്കെയാണ്. അന്നേരം തുണീന്റെ അളവ് കൂടുതലായിരുന്നു. ഇന്നങ്ങനെയില്ല. ഇന്ന് വസ്ത്രത്തിന്റെ അളവ് കുറഞ്ഞു.
എന്തോരാൾക്കാരെ ഇപ്പം ഈ നടിമാരനെയൊക്കെ എന്തെല്ലാം കുറ്റം പറയുന്നുണ്ട്, തെറിയാ പറയുന്നത്, പച്ച തെറികളാ പറയുന്നുണ്ട്. രാംതേലി ഗംഗാമേലി, ഞാൻ പറയാണ്, രാംതേലി ഗംഗാമേലി ഭയങ്കര പടമെന്നാ പറഞ്ഞ. അതിനകത്തൊരു സ്റ്റോറി ഇല്ല. ആർക്കാ പേര് കിട്ടിയത്? നടന. ഭയങ്കര അഭിനയം. രാംതേരി ഗംഗാമേലി ഹോഗയ. രാം എന്ന് പറഞ്ഞ ആളുടെ സ്ത്രീ വൃത്തികേടായെന്നാ പറയുന്നത് അതിനകത്ത്. അതിന്റെ അർത്ഥം. ഈ പടം റിലീസായി. ആ പെണ്ണിന്റെ പെൺകൊച്ചിന്റെ പേരറിയാം. അതിൽ മെയിൻ കാരണം എന്താണെന്ന് പറയട്ടെ. കല്യാണം കഴിക്കാത്ത കൊച്ച്, ഒരു 19 വയസ്സായ പെണ്ണ് ഒരു കൊച്ചിന് മുലപ്പാൽ കൊടുക്കുവാണ്. ഇങ്ങനെ മുല ശരിക്കും കാണാം. നിങ്ങൾ ആ സിനിമ നോക്കിയോ, രാംതേരി ഗംഗാമേലി. 2-3 സീനുണ്ട്. അത് കഴിഞ്ഞാൽ ആൾക്കാരെ ഇറങ്ങിപ്പോവും. ഭയങ്കര ഹോസ്പിറ്റലാ. എന്ത് കാണാൻ പോണത്? ഈ കൊച്ചിന് മുലപ്പാൽ കൊടുക്കുന്ന കാണാൻ പോകുന്നതാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പെണ്ണുങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നത് എല്ലാ ഭാഗവും കാണിച്ചു കൊടുത്തിട്ട് പേരാർക്കാ? നടനാ. ഓ, എന്നാ ആക്ഷനാ കാണാൻ പോണത്? ഈ സെക്സാ. ഈ സെക്സ് കാണാൻ പോകുന്നതാണ്. അപ്പൊ ഈ വിഡ്ഢികളായ പെണ്ണുങ്ങൾ ആലോചിക്കുന്നില്ല. ഞാൻ ഈ തുണി വസ്ത്രം മാറ്റിയിട്ടുണ്ട ഇത് കാണാൻ വരുന്ന ആർക്കും ചിന്തയില്ല. എല്ലാവരും അതാണ്. ആ പെങ്കൊച്ചിന്റെ ഒരു 3-4 പ്രാവശ്യമായിട്ട് മുല കൊടുക്കലുണ്ട്. കല്യാണം കഴിക്കാത്ത കൊച്ച് മുല കൊടുക്കാറുണ്ട്. അത് കാണാൻ വേണ്ടി പോകുന്നതാണ്. അതാണ് രാംതേരി ഗംഗാമേലി. ഈ പെമ്പിള്ളേരൊക്കെ തുണിയില ഡാൻസ് കളിക്കും സിനിമയിൽ. പേരാർക്കാ? പേര് നടനാ. ഇതാ ഇവിടുത്തെ അവസ്ഥ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ കളിപ്പാവയാണ്. നിങ്ങൾ നാളെ ഇതിങ്ങോട്ട് വരണ്ട കേട്ടോ. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നിങ്ങളെ കൊണ്ട് തുണിയില ഡാൻസ് കളിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആർക്കാ? നടനാ. അവർ പൈസ അടിച്ചു വരും. നിങ്ങൾക്ക് എന്നാ കിട്ടുന്നത്? 1 കോടിയോ 2 കോടിയോ 3 കോടിയോ കിട്ടും. 5 കോടി രൂപ കിട്ടുന്ന വെച്ചോ. നടന് കിട്ടുന്ന 40 കോടി 50 കോടിയൊക്കെ നിങ്ങളെ അവയവങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ നടത്തിയിട്ട്. സൂക്ഷിച്ചാ ദുഃഖമില്ല. അപ്പോ ഞാൻ പറഞ്ഞത് HIV-ന്റെ കാര്യമാണ്. ഇനി ഗവൺമെന്റിന് പറയേണ്ടി വരും. കല്യാണം കഴിക്കുന്നവർ ആദ്യം ഇത് പിന്നെ ആണും പെണ്ണും HIV ടെസ്റ്റ് എടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ. സൂക്ഷിക്കുക. സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖമില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് കാശൊക്കെ കിട്ടും, ആനന്ദമാണ്. നമ്മൾ പ്രായമാവും. ഈ അസുഖമൊക്കെ പ്രായമാവുന്നപ്പം തന്നെ അങ്ങ് വരും. പിന്നെ നമ്മളെ തളർത്തിക്കളയും. അപ്പം ഇങ്ങനെയൊക്കെ സെക്സ് പോകുന്നവരൊക്കെ സൂക്ഷിക്കുക. ചിലവരറിയാം അതിട്ട് ഏതായാലും ഈ അവരുടെ അവയവങ്ങളുടെ ഈ ചെറിയ തുപ്പൽ നമ്മളെ വായിക്കകത്ത് ചെന്നാൽ മതി, അതിൽ കൂടി നമുക്ക് രോഗം വരും. ഇത്രേ ഉള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പൈസ ആരോഗ്യം ഉണ്ടെങ്കിൽ പൈസ എന്നും ഉണ്ടാക്കാം. ഓക്കെ. ആരും എൻ്റെ അടുത്ത്, എല്ലാവർക്കും വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുവാണ്. ആരും എൻ്റെ അടുത്ത് തെറ്റായിട്ട് ചിന്തിക്കരുത്.